എൻ്റെ കുഞ്ഞിനെ പേടിപ്പിക്കുന്ന ചെറുക്ക കല്യാണവും ഫസ്റ്റ് നൈറ്റും ഒക്കെ അവിടെ നടത്തി. ഐഷു, അയ്യോ ഇതെന്തോ കാണിക്കുന്നേ. നമ്മുടെ നോമ്പുറക്കി ചക്ക വേവിച്ചതും കറിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. കാരണം ഇതുവരെ കറി വെക്കാനുള്ള സാധനം ഞാൻ എത്തിയില്ല കേട്ടോ. മീനാണോ ചിക്കനാണോ എന്ന് അറിയത്തില്ല. ഇന്നലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് ഇരിപ്പുണ്ട്. ഈ മീൻ വേണമെന്ന് ചോദിച്ചു. ഞാൻ മീൻ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു, എന്തോ കൊണ്ടുവന്നേന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും അപ്പോഴത്തേക്ക് നമുക്ക് ചക്ക വെട്ടി റെഡിയാക്കാം. മുറിച്ച് ചക്ക എടുത്തിട്ട് 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാവും. ഒരാൾ തന്നെ ആകുമ്പോൾ ഭയങ്കര പാടാം. അപ്പൊ തന്നെ 4:30 ആയി, 4:45 കറി വെച്ചില്ല. മീൻ കൊണ്ടുവന്നതല്ലോ കേട്ടോ. അപ്പൊ മീനാ കൊണ്ടുവന്നത്, വങ്കട കൊണ്ടുവന്നത്. അകത്താണെങ്കിൽ റൂം മൊത്തത്തിൽ ആവും. ഇവിടെ ആകുമ്പോൾ നല്ല വെട്ടമുണ്ട്. ഇത്ര നേരം നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്തോണ്ട് ഭയങ്കര കാറ്റായിരുന്നു. അരക്കുണ്ട്, കയ്യിൽ അരക്കെടുത്ത് കളഞ്ഞിട്ട് വരാം. ആ വലിയ ഷേപ്പൊന്നും നോക്കിയില്ല, എല്ലാം അതാ വലിച്ചു പറിച്ചിട്ടിട്ടുണ്ട്. സമയം പോയി 5:30 മണിയായി. ഇനി ഇതങ്ങ് അടുപ്പിലോട്ട് കയറ്റാം. കറി വെക്കാനുള്ള സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. മീനാണ്, വങ്കടയാളി, പച്ചമുളക്, നാരങ്ങ, പഞ്ചസാര, പഴം, പിന്നെ ഇത് പൊരിപ്പാട്ടോ ഉണ്ടാക്കുന്നില്ല. അത് കടയിൽ നിന്ന് ഞങ്ങൾക്ക് 2 പേർക്കും 4 പൊരിപ്പ് വാങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാ പാല്. കറണ്ട് പോയി. ചക്കയ്ക്ക് ഇനി അരയ്ക്കണമെങ്കിൽ കറണ്ട് വരണം. അപ്പോഴത്തേനും പുളിയൊക്കെ തുളിച്ചെടുക്കാൻ പോവാ. കറണ്ട് പോയി. അതാ ചക്ക വേവിച്ചതാ റെഡി ആയിട്ടുണ്ട്. ഇതാ ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇതാ ബാങ്ക് വിളിക്കാറായിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഈത്തപ്പഴവും തണ്ണിമത്തനും അതുപോലെ ഓറഞ്ച് ജ്യൂസ്, പിന്നെ സമൂസയും പരിപ്പുവടയും, പിന്നെ പള്ളിയിൽ നിന്ന് ബിരിയാണി ഇട്ടിട്ട് 17:00 ആവാണല്ലോ. അപ്പോൾ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോമ്പ് കഞ്ഞി. അപ്പോൾ അൻഷാനി കഴിക്കാൻ എടുത്ത് കൊടുത്തിട്ട് ഞാൻ നിസ്കരിച്ചിട്ട് വന്നു. 9 മണിയൊക്കെ ആയിട്ടോ ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ. അപ്പം ഞാൻ ജ്യൂസും തണ്ണിമത്തനും ഒക്കെ കഴിച്ചിട്ട് ഞാൻ തന്നെ നിസ്കരിക്കാൻ പോവാണ്. മഗ്‌രിബ് നിസ്കരിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ നോമ്പ് ഉറക്കുള്ളത്. എന്തോന്നാ ഐഷു, ഐഷു, അയ്യോ ഇതെന്തോ കാണിക്കുന്നേ. എന്റെ കൊച്ചിനെ നശിപ്പിച്ചതാ. അപ്പൊ നമ്മുടെ ചതും മീൻ കറിയും. അപ്പൊ മീനിന്റെ വലിയൊരു തലയാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇതാ കഞ്ഞി. അപ്പൊ നോമ്പൊക്കെ മുറിച്ചിട്ട് നമസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഓതി. പിന്നെ ഇശാ നമസ്കരിച്ചിട്ട് ഇപ്പൊ 9 മണിയായിട്ടുണ്ട് സമയം. ഇപ്പോഴാണ് കേട്ടോ ആഹാരം കഴിക്കുന്നത്. പിന്നെ ഒന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. പള്ളിയിൽ നിന്ന് ബിരിയാണി കിട്ടിന്ന് 17:00 ആവാണല്ലോ. അപ്പോൾ പള്ളിയിൽ നിന്ന് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ചക്ക വേവിച്ചതും മീൻകറിയും, പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ ഇടയത്താഴത്തിന് ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.